ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ടെർമിനലായ സൗദി അരാംകോയുടെ റാസ് തനൂറ പ്ലാന്റിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം. ഡ്രോണുകൾ നിലം തൊടും മുൻപേ തകർത്തെങ്കിലും അവശിഷ്ടം പതിച്ച് പ്ലാന്റിന്റെ കോമ്പൗണ്ടിൽ തീപിടുത്തമുണ്ടായി. ആർക്കും പരിക്കില്ല എന്നാണ് വിവരം. തീയണച്ച് സുരക്ഷയുടെ ഭാഗമായി പ്ലാന്റ് താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. ആക്രമണം പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. സൗദിയിൽ പൊതുവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. വ്യോമപാത അടച്ച GCC റൂട്ടുകളിൽ റദ്ദാക്കിയതൊഴിച്ചാൽ കേരളത്തിലേക്കുൾപ്പെടെ വിമാന സർവീസുകളെല്ലാം തുടരുന്നുണ്ട്. അഫ്താബ് റഹ്മാൻ ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. അഫ്താബ്, എന്താണ് സാഹചര്യം? വിമാന സർവീസുകൾ പ്രധാനമായും റദ്ദാക്കിയത് എവിടെയൊക്കെയാണ്? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ജീന, ഇന്നിപ്പോൾ ഇറാന്റെ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് സൗദിയിലെ അരാംകോയുടെ പ്ലാന്റിന് നേരെയാണ്. പക്ഷേ രണ്ട് ഡ്രോൺ ആക്രമണമാണ് നടന്നത്. ഈ രണ്ട് ഡ്രോണുകളും ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധ വിഭാഗം തകർത്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ അവശിഷ്ടങ്ങൾ സൗദി അരാംകോയുടെ റാസ് തനൂറയിലുള്ള പ്ലാന്റിൽ അതിന്റെ കോമ്പൗണ്ടിൽ പതിച്ചു. അതിന് പിന്നാലെ തീപിടുത്തമുണ്ടായി. പക്ഷേ ഇതൊരു വലിയ തോതിൽ ഒരു പ്രയാസകരമാകുന്ന തരത്തിലേക്ക് പടർന്നിട്ടില്ല. അതിനാൽ തന്നെ തീ പെട്ടെന്ന് അണക്കുകയും ചെയ്തു. നിലവിൽ പ്ലാന്റിനകത്തെ കാര്യങ്ങൾ പ്രയാസമൊന്നുമില്ലാതെ തുടരുകയാണ്. പക്ഷേ സുരക്ഷാ പരിശോധനകളുടെ ഭാഗമായി നിലവിൽ ഈ പ്ലാന്റ് താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. അല്പം മുമ്പ് സൗദിയിലെ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചത് ഇവിടെ നിന്നുള്ള എണ്ണ വിതരണം സൗദിയിലെ ആഭ്യന്തര മേഖലയെ ഒരു നിലക്കും ബാധിക്കുന്നതല്ല, അത് സുഗമമായി തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് സൗദിയിലെ ഊർജ്ജ മന്ത്രാലയം അറിയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റാസ് തനൂറയിലെ പ്ലാന്റ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന ടെർമിനലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ലക്ഷ്യം വെച്ചത് സ്വാഭാവികമായിട്ടും സൗദിയുടെ പ്രകോപനത്തിന് കാരണമാകാൻ ഇടയുണ്ട്. ഇതുവരെ നടന്ന യുദ്ധത്തിന്റെ ഒരു ചിത്രം വെച്ച് നോക്കിയാൽ ഇതര GCC രാജ്യങ്ങളിലെ വ്യോമത്താവളങ്ങളെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടന്നത്. പക്ഷേ ഈ ഡ്രോൺ സൗദിയുടെ അവരുടെ സമ്പദ് രംഗത്തിന്റെ നട്ടെല്ല് എന്ന് പറയാവുന്ന സൗദി അരാംകോയുടെ പ്ലാന്റിനകത്ത് വീണത് സ്വാഭാവികമായിട്ടും സൗദിയുടെ രൂക്ഷമായ പ്രതികരണത്തിന് കാരണമാകാൻ ഇടയുണ്ട്. നിലവിൽ ഈ ആക്രമണം എന്തായിരുന്നാലും സൗദി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ ആർക്കും പരിക്കില്ല. സ്ഥിതിഗതികൾ പ്ലാന്റിനകത്ത് ശാന്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൗദി അറേബ്യ മറ്റു GCC രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴും വളരെ സാധാരണമായ ജീവിതം തന്നെ തുടരുകയാണ്. ഒരു നിലക്കും യുദ്ധം നേരിട്ട് ഒരു പക്ഷേ ഇവിടെ ബാധിച്ചിട്ടില്ല. സാധാരണക്കാർക്കാർക്കെങ്കിലും പരിക്കേൽക്കുകയോ അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ മറ്റോ ഒന്നും ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. വിമാന സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലേക്ക് സൗദി എയർലൈൻസിന്റെയും ഫ്ലൈനാസിന്റെയും എല്ലാം തന്നെ വിമാന സർവീസുകൾ തുടരുന്നുണ്ട്. അതിൽ ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല. അതേസമയം മറ്റു GCC രാജ്യങ്ങൾ, ഇപ്പോൾ ഒമാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ വ്യോമപാത ഉപയോഗിച്ചുകൊണ്ടാണ് നേരത്തെ ഇന്ത്യൻ വിമാന കമ്പനികളായ എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെ ഇൻഡിഗോ അടക്കം സർവീസ് നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അതുവഴി കടന്നു വരാൻ സാധിക്കാത്തത് കൊണ്ട് അവർ സർവീസുകൾ നേരത്തെ റദ്ദാക്കിയത് ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ സൗദി അറേബ്യയുടെ വിമാന സർവീസുകൾ ഇപ്പോഴും കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും നേരത്തെ ഉള്ളതുപോലെ തന്നെ സർവീസുകൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും ഒരു സാധാരണ ജീവിതത്തെ സൗദി അറേബ്യയിൽ ഇത് ബാധിച്ചിട്ടില്ല. പക്ഷേ ഇനി ഇത് ബാധിക്കാൻ ഇടയുള്ള രീതി എന്ന് പറയുന്നത് അത് സമ്പദ് രംഗത്തെ ബാധിക്കുകയും പതിയെ അത് താഴെത്തട്ടിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ വരാൻ ഇടയുള്ളത്, ഒന്ന്, ഹോർമോസ് കടലിടുക്കും സൂയസ് കനാൽ വഴിയും രണ്ടിടങ്ങളിലൂടെയുമുള്ള കപ്പൽ ഗതാഗതം നിലവിൽ നിലച്ച മട്ടാണ്. എന്ന് വെച്ചാൽ ലോകത്തെ വൻകിട ഷിപ്പിംഗ് ലൈനുകൾ നിലവിൽ തന്നെ ഇതുവഴിയുള്ള സർവീസുകൾ പൂർണ്ണമായിട്ടും റദ്ദാക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ചു മുമ്പ് കേരളത്തിൽ നിന്നുള്ള റിപ്പോർട്ട് പോലെ തന്നെ സൗദിയിലേക്കുള്ള ഒരു കപ്പൽ അവിടെ മാറ്റി നിർത്തിയിട്ടതായി നമ്മൾ വാർത്തയിൽ പറഞ്ഞിരുന്നു. ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ സൗദിയുടെ അരികിനോട് ചേർന്നും ഒമാന്റെ അരികിനോട് ചേർന്നും കപ്പലുകളെല്ലാം ഇപ്പോൾ ഹോർമോസ് കടലെടുക്ക് കടക്കാതെ, അതോടൊപ്പം തന്നെ ചെങ്കടലിൽ സൂയസ് കനാൽ കടക്കാതെ മാറ്റി നിർത്തിയിട്ടിരിക്കുകയാണ്. ഈ ഒരു ആശങ്ക, അതായത് ഈ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നേക്കുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണിത്. ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് ലോകത്തിലേക്കുള്ള ഏതാണ്ട് 20% ക്രൂഡ് ഓയിൽ കയറ്റുമതി നടക്കുന്നതും ഒപ്പം തന്നെ ലോകത്തിലേക്ക് വേണ്ട 1/3 ദ്രവീകൃത LPG കടന്നു പോകുന്നതുമെല്ലാം തന്നെ ഈ ഹോർമോസ് കടലെടുക്ക് വഴിയാണ്. സ്വാഭാവികമായിട്ടും അത് എത്താതിരിക്കുമ്പോൾ വിപണിയിൽ അതിന്റെ ക്ഷാമം ഉണ്ടാകാനുള്ള സാധ്യത ദീർഘകാലാടിസ്ഥാനത്തിലുണ്ട്. ഒരുപക്ഷെ യുദ്ധം പെട്ടെന്ന് തീരുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകില്ല. പക്ഷേ നീണ്ടു പോവുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ബാധിക്കും. അതോടൊപ്പം തന്നെ വിവിധ വിമാന സർവീസുകൾ മറ്റു GCC രാഷ്ട്രങ്ങളിൽ റദ്ദാക്കിയതും
സൗദി അറേബ്യയെ ബാധിക്കാനിടയുണ്ട്. പ്രത്യേകിച്ച് റമദാൻ മാസമാണ്. മക്കയിലേക്കും മദീനയിലേക്കും ഉൾപ്പെടെ ആയിരങ്ങൾ ഒഴുകിയെത്തുന്ന സമയം കൂടിയാണിത്. ഈ സർവീസുകൾ റദ്ദായത് സ്വാഭാവികമായിട്ടും സൗദി അറേബ്യക്കകത്തുള്ള വിപണിയെ സ്വാഭാവികമായിട്ടും ബാധിക്കും. സൗദിയിൽ തന്നെ മക്കയിലേക്കും മദീനയിലേക്കും എത്തിയ കേരളത്തിൽ നിന്നടക്കമുള്ള തീർത്ഥാടകരുണ്ട്, ഉംറക്കാരുണ്ട്. അവർക്ക് സ്വാഭാവികമായിട്ടും മടങ്ങേണ്ട സമയമാണ്. പലരും എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെ വിമാനങ്ങളിലാണ് നേരത്തെ ടിക്കറ്റുകൾ എടുത്തിരുന്നത്. അവരുടെ സേവനത്തിനായി ജിദ്ദ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യൻ കോൺസുലേറ്റിന് കീഴിൽ ഹെൽപ്പ് ലൈൻ തുറന്നിട്ടുണ്ട്. അവരുടെ സേവനത്തിന് അവർ പൂർണ്ണ സജ്ജമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും നിലവിൽ മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ സൗദിയിൽ പൊതുവെ ശാന്തമാണ് സ്ഥിതി. മറ്റു GCC രാഷ്ട്രങ്ങളെ ബാധിച്ച പോലെ സൗദിയിൽ അത് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ ചിത്രം. ജീന. ശരി അഫ്താബ്, ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ സൗദിയിലില്ല എന്നതാണ് ആശ്വാസകരം. അഫ്താബ് റഹ്മാനാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്.